ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുട്ടത്താളിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ റുട്ടീനിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ പാക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുട്ടത്താളിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ് നമുക്ക് മുട്ടത്താളി ചെയ്യുമ്പോൾ. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും താരൻ്റെ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കാനും മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ നല്ലതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ മുട്ടത്താളി. എൻ്റെ ഹെയർ കെയറിൽ ആദ്യം മുതൽ ഞാൻ ചെയ്തത് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ഈ മുട്ടത്താളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിനു മുമ്പ് മുട്ടത്താളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നല്ലതാണോ, നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ താളി പറിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ വേലിച്ചെമ്പരത്തി കിട്ടിയിട്ട് കുറേ ആയി. അങ്ങനെ എന്താ പറയുക, അങ്ങനെ പൂക്കൾ അധികം ഇല്ലായിരുന്നു, ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെമ്പരത്തി പൂ ഉണ്ട് കേട്ടോ. അപ്പോൾ വേലിച്ചെമ്പരത്തി കിട്ടുമെങ്കിൽ നിങ്ങൾ വേലിച്ചെമ്പരത്തി എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെമ്പരത്തി ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുട്ടത്താളി മാത്രമല്ല, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു 7 days ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റുട്ടീൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് താളി പറിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചെമ്പരത്തി താളി തന്നെ വേണം, അല്ല ചെമ്പരത്തി താളി അല്ല, പിന്നെ വേലിച്ചെമ്പരത്തി തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെമ്പരത്തി ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചെമ്പരത്തി ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളെ പാടത്താളി, വട്ടക്കുറുന്തോട്ടിയുടെ താളിയൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ ചെമ്പരത്തി പൂ ഉപയോഗിക്കുക, ഇല മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്, പിന്നെ റുട്ടീൻ സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുന്നവർക്ക്, ഓഫീസിൽ പോകുന്നവർക്ക്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, പാക്കുകൾ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം, അങ്ങനെ എന്താ പറയുക, നമുക്ക് എപ്പോഴും തിരക്ക് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു റുട്ടീൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മുട്ടത്താളി ചെയ്യുന്ന സമയത്ത് അത് പറയാൻ നല്ല എന്താ പറയുക സ്യൂട്ടായിട്ടുള്ള സമയമാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ പാക്കുകളൊന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റുട്ടീൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഡെയിലി താളി ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. താളി നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ താളി ഉപയോഗിക്കുക. താളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ചെമ്പരത്തി താളി തന്നെ വേണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും താളി ഉണ്ടെങ്കിൽ വേറെ ഏത് താളി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡെയിലി നിങ്ങൾക്ക് പാക്കായിട്ട് വേണമെങ്കിൽ താളി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ കഴുകാൻ വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡെയിലി നിങ്ങൾ താളി ഉപയോഗിച്ചിട്ട് പിന്നെ വീക്കെൻഡ് വരുമല്ലോ, ആ ഒരു ദിവസം, ഇപ്പോൾ നിങ്ങൾക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ, വീട്ടിലേക്ക് വരുന്ന ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇത്ര മാത്രം ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പാക്കുകളൊക്കെ ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെ ഇത് താളി ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ നിങ്ങൾ താളിപ്പൊടി ഉണ്ടല്ലോ, താളിപ്പൊടി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് താളിപ്പൊടിയൊക്കെ തയ്യാറാക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ താളിപ്പൊടി ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ, താളിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം. അങ്ങനെ ഹോസ്റ്റലിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ താളിപ്പൊടി തയ്യാറാക്കിയിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഡെയിലി നിങ്ങൾ താളിപ്പൊടി ഉപയോഗിച്ചിട്ട്, താളിപ്പൊടി എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. കുറച്ച് സമയം വെള്ളത്തിലിടുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാക്കുകൾ ചെയ്യാൻ പറ്റാത്തവർക്കുള്ള റുട്ടീൻ. ഡെയിലി നിങ്ങൾ താളി ഉപയോഗിക്കുക. കഴുകാനാണെങ്കിൽ കഴുകാൻ, അല്ലെങ്കിൽ പാക്കായിട്ടാണെങ്കിൽ പാക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നല്ല ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. ഇത്ര മാത്രം ചെയ്താൽ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീക്കെൻഡ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മുട്ടത്താളിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സാഹചര്യം അതിനുണ്ടെങ്കിൽ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മുട്ടത്താളിയൊക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് മുട്ടത്താളി, നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് പിന്നെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ഞാൻ പറിച്ചിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മുട്ടത്താളി തയ്യാറാക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടെങ്കിൽ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും എടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് മുട്ടത്താളി തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് മുട്ടത്താളി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മുട്ടത്താളി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വരൾച്ച ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കണം. മുടി കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചധികം നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കരിഞ്ജീരക എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. എന്നിട്ട് മുടിയിലും സ്കാൽപ്പിലും അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ പാക്കുകൾ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റുട്ടീൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരും ഇങ്ങനെ താളി തേക്കുന്നതിന് മുമ്പ് ഒരുപാട് ഓയിലല്ല, കുറച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ എടുത്തിട്ട് ലേശം എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ചിട്ട് മാത്രമേ താളി ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഡെയിലി അങ്ങനെ കുറച്ച് ഓയിൽ എടുത്തിട്ട് തേക്കുക, എന്നിട്ട് താളി ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ മുടിക്ക് അങ്ങനെ ഓയിലി ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മുടി നല്ല ടെക്സ്ചറൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഡെയിലി താളി ഉപയോഗിക്കുമ്പോൾ മുടി ഇങ്ങനെ ഓയിലി ആയിട്ട് ഒട്ടിയിരിക്കുമോ എന്നുള്ളത്. കുറച്ച് ഓയിൽ തേച്ചിട്ട് നമ്മൾ താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മുടി ഒട്ടിയിരിക്കില്ല കേട്ടോ. നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് അതേ ഫീൽ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ കെമിക്കൽ ഷാമ്പൂ ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലെ ദോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. താരനൊക്കെ പോകുന്നത് നമുക്ക് ശരിക്കും ഒരു 2-3 ദിവസം അടുപ്പിച്ച് താളി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് താരൻ്റെ പ്രശ്നമൊക്കെ മാറുന്നത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഞാൻ തേക്കുന്നില്ല, കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുന്നത്. നമ്മൾ എന്തായാലും മുട്ട ഉപയോഗിക്കുമ്പോൾ വരൾച്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഓയിൽ തേച്ചില്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ തേച്ചിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽ തേച്ചിട്ട് മുട്ടത്താളി തയ്യാറാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം ഓയിൽ നമ്മളെ മുടിയിൽ പിടിക്കുമല്ലോ. അപ്പം മുടി കെട്ടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ടത്താളി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെമ്പരത്തി ഇലയും ചെമ്പരത്തിപ്പൂവും ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂ കഴുകിയിട്ടില്ല, ചെമ്പരത്തി ഇല മാത്രമേ കഴുകിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏത് ചെമ്പരത്തി ഇലയാണെങ്കിലും ചെമ്പരത്തിപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കട്ട ചെമ്പരത്തി പിന്നെ പല കളറിലുള്ള ചെമ്പരത്തിയൊക്കെ ഇല്ല, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മുട്ടത്താളി തയ്യാറാക്കാം. അപ്പോൾ ഞാനിതാ ചെമ്പരത്തി ഇല ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്പരത്തിപ്പൂ നമുക്കിതിൻ്റെ പച്ചയും അതിൻ്റെ ആ പൂമ്പൊടിയും കളഞ്ഞിട്ട് ഇതെല്ലാം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കല്ലിലൊക്കെ ഉരച്ച് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് മടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ കല്ലിലൊക്കെ ഉരച്ചെടുത്ത് തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള താളി കിട്ടും. മിക്സിയിലായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് അരഞ്ഞു പോകുമ്പോൾ അതിൻ്റെ എത്ര അരിച്ചാലും ചെറുതായിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കല്ലിലൊക്കെ ഉരച്ചൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നവർ അങ്ങനെ തയ്യാറാക്കുക, അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ താളി തയ്യാറാക്കുമ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കഞ്ഞിവെള്ളം താളിയൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇന്ന് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ചെമ്പരത്തി ഇലേൻ്റെയും അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം എത്ര താളിക്ക് എത്ര വേണം, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇത്ര എണ്ണം വേണം അങ്ങനെ കറക്റ്റ് ഒന്നുമില്ല. ചെമ്പരത്തിപ്പൂവൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് തരാനായിട്ട് ചെമ്പരത്തിപ്പൂ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറിച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും എല്ലാം ഞാനിതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്ര താളി വേണോ അതിനനുസരിച്ച് ഏകദേശം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളമാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ താളി ഒരുപാട് ലൂസായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, കുറച്ച് തിക്കായിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താളി തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കല്ലിൽ ഉരച്ച് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് മുട്ടത്താളി ആക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ വെള്ള മാത്രം ചേർത്താൽ മതി. മുട്ടയുടെ മഞ്ഞ നമ്മൾ നല്ലതാണ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ സ്മെല്ലുണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് തേച്ച് കൊടുക്കുമ്പോൾ സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. മുടിയിൽ തേക്കണം നിർബന്ധമില്ല, പക്ഷെ നമ്മുടെ മുടിയിൽ തേച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ തേച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ തന്നെ താഴത്തേക്ക് നമ്മുടെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. തണുപ്പൊക്കെ പറ്റാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇനി മുട്ടത്താളി അല്ല നോർമൽ താളിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മുടി കഴുകാൻ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു റുട്ടീനൊക്കെ പറഞ്ഞു തന്നല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ വെറുതെ പിന്നെ മുടി കഴുകാൻ വേണ്ടി താളി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. മുട്ടത്താളി ആണെങ്കിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെച്ചിട്ട് കഴുകുമ്പോഴാണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക. പിന്നെ കഴുകുന്ന സമയത്ത് ഇതൊരു താളി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വേറെ താളിയോ ഷാമ്പുവോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മുട്ടത്താളി തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് കഴുകേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. പിന്നെ താളി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താളിയിൽ ഒട്ടും തന്നെ പൊടി വരാൻ പാടില്ല കേട്ടോ. ഇപ്പം ഞാൻ തേച്ചതിൽ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. ഞാൻ അരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി അരിക്കാനുള്ള മടിയോട് ഞാൻ അരിച്ചില്ല. പിന്നെ ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി. എങ്കിലും നിങ്ങൾ പൊടി വരാതെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ മുട്ടത്താളിയൊക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അടുപ്പിച്ച ദിവസങ്ങൾ മുട്ടയായതുകൊണ്ട് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം പ്രോട്ടീൻ പാക്ക് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ഈ ഒരു മുട്ടത്താളി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പാക്കുകൾ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് പാക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്തവർ ആ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മുട്ടത്താളി തയ്യാറാക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ കഴുകുന്നതിലോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.